മക്കളെ ഒരു 2 തുള്ളി 2-3 തുള്ളി തേനും കൂടി നിങ്ങൾ ഇതിൽ ചേർത്തി തേച്ചോ. നിങ്ങളുടെ മുടിയിലത്തെ താരൻ, അകാലനര, സ്പ്ലിറ്റ് എൻഡ്, മുടി കൊഴിച്ചില് എല്ലാം മാറി നിങ്ങൾക്ക് മുടി തഴച്ചു വളരുന്നത് കാണാട്ടോ. ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഒരുപാട് കുട്ടികളെ അലട്ടുന്ന പ്രശ്നമാണ് ഈ മഴക്കാലത്ത് താരനും മുടി കൊഴിച്ചിലും വല്ലാതെ ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് പറ്റിയൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഒന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഹെയർ പാക്ക് എത്ര ദിവസം തേക്കണം എന്നൊക്കെ ഉണ്ടാവുമല്ലേ? ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ തേച്ചാൽ മതി. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താ അറിയോ, കുറച്ച് 10 കൊച്ചുള്ളി. ഇതാ ഞാൻ ഇവിടെ തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി കഴുകി തോല് കളഞ്ഞു വെച്ചതാണ്. കണ്ടോ, ഇത് അത്യാവശ്യം വലിയ ഉള്ളിയാ. അപ്പൊ നമ്മള് ചെറിയ ഉള്ളി നല്ല സൾഫർ കണ്ടന്റ് ഉണ്ട്. അത് കാരണം നമ്മളെ മുടി ഇഴകള് കൊഴിയൽ മാറും, താരൻ മാറും. അതേപോലെ തന്നെ പുതിയ മുടികൾ ധാരാളം മുളച്ചു വരും. അപ്പൊ നമ്മൾക്ക് വേഗം മുടി വളർച്ച കൂട്ടും. ഈ മഴക്കാലത്ത് ഒരുപാട് കട്ടിയുള്ള പേക്ക് തേക്കരുതെന്ന് പറയാൻ കാരണം മുടി വല്ലാതെ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവും. കട്ടിയുള്ള പേക്കൊക്കെ തേച്ചാലേ അത് മുടിക്ക് താങ്ങില്ല. നമ്മൾ കണ്ടിട്ടില്ലേ മഴക്കാലത്ത് തണുപ്പാകുമ്പോ നമ്മളെ രോമകൂപങ്ങളൊക്കെ തണുത്തിട്ട് ഇങ്ങനെ വിറുങ്ങലിച്ച പോലെ ഇങ്ങനെ നീച്ചു നിൽക്കണു. അതേപോലെ നമ്മളെ തലയിലെ മുടിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. തണുപ്പ് കാലം വന്നാൽ മുടി വല്ലാതെ ഡ്രൈനെസ് ആവും. അപ്പൊ നിങ്ങൾ ഈ ചെറിയ ഉള്ളി തേക്കുമ്പോൾ ചെറിയ ഉള്ളി മാത്രമായിട്ട് തേക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ കൂട്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ഈ ചെറിയ ഉള്ളി നല്ല ഒന്നുകിൽ അമ്മിക്കല്ലിൽ കുത്തിച്ചതച്ച് ജ്യൂസ് എടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ കുത്തിച്ചതച്ച് ജ്യൂസ് എടുക്കുക. അപ്പൊ നമുക്കിത് ഞാൻ ജ്യൂസ് എടുത്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മിക്സിയിലാണ് ഇപ്പൊ അരയ്ക്കണത് കേട്ടോ. ഈ കൊച്ചുള്ളി ഒറ്റയ്ക്കായിട്ട് അതിന്റെ ജ്യൂസ് നമ്മൾ തേക്കരുത്. 1 ടീസ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ മാത്രം മതി, വളരെ കുറച്ച്. ജ്യൂസ് പോരാൻ വേണ്ടിയിട്ടല്ല, നമുക്കത് അങ്ങനെ നേരിട്ടിട്ട് വെറും ഉള്ളി അങ്ങനെ നമ്മൾ ഒരിക്കലും വെറും ഉള്ളിയുടെ ജ്യൂസ് അങ്ങനെ തേക്കില്ല. അത് കാരണമാണ് കേട്ടോ. അപ്പൊ നമ്മൾ 1 ടീസ്പൂൺ പറഞ്ഞിട്ട് ഒന്നും കൂടി നല്ലോണം ക്രഷ് ചെയ്യാം. ഒരു പഴയ തോർത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഷാളിലേക്കോ ഇത് അരിച്ച് ജ്യൂസ് എടുത്തോളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു പഴയ തോർത്തിലേക്ക് എടുത്തിട്ട് ഇതിന്റെ ജ്യൂസ് എടുക്കുകയാണ്. അപ്പൊ നമ്മളെ മിക്സിയിൽ നല്ലോണം ക്രഷ് ചെയ്തു. ഇതിന്റെ ഉള്ളിലെ ജ്യൂസ് നമുക്ക് മുഴുവൻ കിട്ടി. അപ്പൊ ഞാൻ കുറച്ച് 1 ടീസ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം ഇതിന്റെ കൂടെ കൂട്ടിയിരുന്നു. ഈ ഉള്ളി ചിലവർക്ക് നല്ല നമ്മളെ മുടി തലയോട്ടിക്കും മുടിക്കൊക്കെ ഒരു വരൾച്ച ഉണ്ടാക്കും. നമ്മളെ ഉള്ളി നല്ല സൾഫർ കണ്ടന്റ് ഒക്കെ ഉള്ളതാണ്. മുടി വളരണ പോലെ വരൾച്ച ചിലവർക്ക് ഒരു ദോഷവും ഇല്ല കേട്ടോ. അപ്പൊ അതിനൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം കൂട്ടിയിട്ട് ഒന്നാണ്ട് ജ്യൂസ് അടിച്ച് ഉള്ളിയാണ് ക്രഷ് ചെയ്തോളൂ. യാതൊരു പ്രശ്നവും ഇല്ല. തിളപ്പിച്ചാറിയ വെള്ളമല്ലേ, വേറെ ഒന്നല്ലല്ലോ. അപ്പൊ അതിനൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിൽ എന്താണ് ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ചേർക്കണത് എന്താണെന്നറിയോ? നമ്മൾ ചേർക്കുന്നത് കണ്ടോ, നല്ല തേനാണ് കേട്ടോ. സംസ്കൃതി കണ്ടോ, മധു കാണാല്ലേ? ഇതിൽ തോനൊന്നും വേണ്ട, 2-3 തുള്ളി. ഇനി തോന വേണം വെച്ചാലും ദോഷമൊന്നുമില്ല കേട്ടോ. ഞാൻ 2-3-4 തുള്ളി തേനാണ് ഇതിൽ ചേർക്കണത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. നമുക്കിപ്പോ ഇതിൽ തേന് ചേർത്തു, നിങ്ങൾക്ക് ഇതിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ കുറച്ച് ചേർത്തിട്ട് തേക്കാം. അല്ല, നമ്മൾ തേക്കണ ഏത് വെളിച്ചെണ്ണയാണെങ്കിലും അതും ചേർത്തിട്ട് തേക്കാം. അല്ല, ഒന്നും വേണ്ട, ഈ നമ്മൾ ജ്യൂസ് മിക്സിയിൽ ക്രഷ് ചെയ്യുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൂട്ടിയില്ലേ, അത് മാത്രം തേച്ചാലും നമ്മളെ മുടിക്ക് നല്ലതാണ്. ഈ മഴക്കാലത്ത് തേക്കാൻ പറ്റിയതാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നമുക്ക് ഈ മുടിക്കായ ഒരുപാട് പേർക്ക് പ്രശ്നമായിട്ടുണ്ട് മക്കളെ. ഇത് തലയോട്ടിയിലും ഇഴകളിലും തേക്കുക. അങ്ങനെയാകുമ്പോ നമുക്ക് മുടിക്കായ ഉണ്ടാവില്ല. അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കേൾക്കണം. അത് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ച് വരികയാണല്ലോ. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ 2-3-4 തരത്തിൽ നമുക്ക് തേക്കാം. ഇപ്പൊ നമ്മൾ തേച്ചിട്ടുള്ളത് തേനോ. അതെന്താണെന്നറിയോ? മുടി നല്ല ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ചകിരി പോലെയാണ് മുടിന്ന്. പിന്നെ വളർച്ച ഇല്ല, വരൾച്ച ഉണ്ട്, ഇതൊക്കെ പറയണവരുണ്ട്, മുടിക്കായ ഉണ്ട്. അവർക്കൊക്കെ ഇത് നന്നാട്ടോ. നമ്മൾ തേൻ കൂട്ടി തേച്ചാലും നന്ന. അതിനൊക്കെ നമ്മൾ എന്താ ആദ്യം വേണ്ടെന്നറിയോ? നമ്മളുടെ രാജീവ് കേശ സഞ്ജീവനി നമ്മള് ഇത് കണ്ടോ, രാജീവ് കേശ സഞ്ജീവനി നമ്മൾ മുടിയിലത്തെ കൂടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി എണ്ണ തേച്ചിട്ടില്ല എന്ന്. അപ്പൊ ഈ എണ്ണ നമ്മൾ കുറേശ്ശെ തലമുടിയിൽ തേക്കണം. കാരണം ഈ ഉള്ളിക്ക് ഒരു ഗ്യാസ് ഒക്കെ ഉണ്ട്, കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ നമ്മൾക്ക് ഈ ചിലവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണ്ണ തേച്ചോളന്നില്ലാത്തവർക്കൊന്നും ചിലവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈ ഉള്ളി ജ്യൂസ് നമ്മൾ എണ്ണ തേക്കാതെ തേച്ച് കഴിഞ്ഞാൽ ഒരു പുകച്ചില്,
തലയിലൊരു പുകച്ചിൽ തോന്നും. ആ പുകച്ചിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ആദ്യം നമ്മളെ രാജേഷ് കേശ സഞ്ജീവനി കുറച്ച് ഒരു 4 തുള്ളി കയ്യിലേക്ക് എടുത്തിട്ട് ചൂടാക്കിയിട്ട്, പലവർക്കും ഇപ്പൊ ഈ ചൂടാക്കൽ എന്താണെന്ന് അറിയില്ല. അതൊന്നും കൂടി ഞാൻ പറയാണ്. കണ്ടോ, ഞാൻ ഈ കുപ്പിയിലാക്കി വെച്ചിരുന്നത് കണ്ടോ, അതിലേക്ക് കൊറ്റിപ്പോയി. കണ്ടോ, ഇതാ നമ്മളെ രാജേഷ് കേശ സഞ്ജീവനി. കണ്ടല്ലോ, കറുത്ത പച്ച കളറാണ് നമ്മളുടെ എണ്ണ കേട്ടോ. ഇത് നല്ല കണ്ടില്ലേ, ആ സൗണ്ട് കേൾക്കാല്ലേ. ഇതാണ് ഞാൻ പറയുന്ന ചൂടാക്കൽ. എല്ലാരും എണ്ണ ഒരുപാട് പേര് നമ്മളെ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ കുട്ടികൾക്ക്. അപ്പൊ ഇനി വാങ്ങാനിരിക്കണവരും കുറെ ഉണ്ട്. അപ്പൊ അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും 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 പറയണത്. തെറ്റുണ്ടാച്ചിട്ട്. കണ്ടോ, നല്ല ചൂടായി നമ്മളെ കൈ. എന്നിട്ട് നമ്മളെ തലയോട്ടിയിലും ഇഴകളിലും ഒക്കെ വേണം കേട്ടോ ഈ ഉള്ളി ജ്യൂസ് തേക്കണ ദിവസം നമ്മളിങ്ങനെ എണ്ണ കണ്ടില്ല, ഇങ്ങനെ കുറേശ്ശെ നമ്മള് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. കണ്ട, വീണ്ടും നമ്മൾ ഈ കൈ ചൂടാക്കും. കണ്ടല്ലോ, ഈ ഇടത്തെ കൈ അവിടെ ഇരിക്കട്ടെ, അതിമ്പിലത്തെ എണ്ണ ചൂടാവുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ചൂടാക്കും. നീ വലത്തെ കൈ ഇവിടെ വയ്ക്കുക. നീ പുറം കണ്ട, നല്ല ചൂടാണ്, നല്ല ചൂടാണ്. എണ്ണയ്ക്ക് ഭയങ്കര ഇതാണ് ഇത്. ഈ ഇങ്ങനെ ചൂട് തട്ടിക്കാൻ പറയണത് എന്തിനാണെന്നറിയോ, രക്തോട്ടം കൂടാനും. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മളെ മുടിയിഴകളിൽ പുതുത് മുളച്ചു വരും. നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. നമ്മളെ കൊഴിഞ്ഞ സ്ഥാനത്തൊക്കെ പുതിയ മുടി മുളയ്ക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലേ കുട്ടികൾക്ക്. മുടിക്കായും താരനും കൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ താരനും ഒക്കെ നല്ല റെമഡി കേട്ടോ നമ്മളെ ഉള്ളി ജ്യൂസ്. താരനും വെക്കണ്ട, മുടിക്കായ ഒന്നുമില്ലാതെ പോകും. നമ്മളിത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാട്ടോ. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം. നിങ്ങൾക്ക് ഈ ഉള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരെ മൈൽഡ് ഷാമ്പു കൊണ്ട് വാഷ് ചെയ്ത് കളയണം. അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല. ഉള്ളിയുടെ മണമൊക്കെ ഇഷ്ടമുള്ളവര് നിങ്ങൾ അതങ്ങനെ ഇരുന്നോട്ടെ, സാധാ വാഷ് ചെയ്താൽ മതി കേട്ടോ. സാധാ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അത് മാത്രം പോരാ, കുറച്ചും കൂടിയൊക്കെ എണ്ണ ഇഴകളിലേക്കും വേണം. ഇപ്പൊ തലയോട്ടിയിലൊക്കെ എണ്ണ ആയി കേട്ടോ. ഇനി നമ്മളിങ്ങനെ ഇഴകളിലും കുറച്ചൊക്കെ ഇങ്ങനെ എല്ലായിടത്തും കൂടി കണ്ടല്ലോ, ഇഴകളിലൊക്കെ ഇങ്ങനെ ഉണ്ട് ഇല്ലല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഉള്ളി ജ്യൂസ് തേക്കാൻ. അപ്പോൾ അറ്റം വരെ തേക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഉള്ളി ജ്യൂസ്. എങ്കിലാണ് മുടിക്കായ പോള്. മുടിക്കായ ഉള്ളവരെ, എനിക്ക് മുടിക്കായ അല്ലേ കുട്ടികളെ, അപ്പൊ ഞാൻ ഹെയറില് തലയോട്ടിയിൽ മാത്രം. പക്ഷെ നമ്മളെ മുടി ഇഴകളിലേക്കും ഉള്ളി ജ്യൂസ് നല്ലതാണ്, മനസ്സിലായില്ലേ. അപ്പൊ നമ്മള് ഇപ്പൊ അത്യാവശ്യം എണ്ണയൊക്കെ തേച്ചുവിട്ട്, ഞാൻ അത്രയൊക്കെ തേച്ചാൽ മതി. ഒരുപാട് എണ്ണ കുളുക്കനെയും മഴക്കാലത്ത് ആരും തേക്കണ്ട. അപ്പൊ നമ്മള് അറിയാലോ, പ്രകൃതിക്കൊക്കെ ഒരു ഈർപ്പാണ്. അപ്പൊ നമ്മളെ തലയിലെ എണ്ണയും ആയിട്ട് ഇങ്ങനെ കുഴമ്പ് പോലെ നമ്മളെ മുടി അങ്ങനെ ഇരുന്നാ നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഈ താരൻ കൂടും. അപ്പൊ ഈ താരൻ കൂടാതെ എല്ലാരും ശ്രദ്ധിച്ചോളൂ. താരൻ കൂടിയാൽ തല ചൊറിയും, തല ചൊറിയും, ഉണലുകൾ ഉണ്ടാവും. ആ ഉണലുകളൊക്കെ ഉള്ളിടത്ത് നമുക്ക് ചൊറിഞ്ഞാൽ അവിടത്തേക്ക് മുടി പറ്റ പോകും. അപ്പൊ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഉള്ളി ജ്യൂസ് നല്ലൊരു മരുന്നാട്ടോ. താരൻ കാരണം തലയിലൊക്കെ ചൊറിഞ്ഞ് കുരു പൊട്ടണവർ ഇത് ശ്രദ്ധിച്ചോളൂ. ഈ ഉള്ളി ജ്യൂസ് തീർച്ചയായിട്ടും തേച്ചോളൂ. ഇതിൽ തേൻ തന്നെ വേണമെന്നില്ലേ മക്കളെ. ഞാൻ തേൻ കൂട്ടിക്കണ് മുടി വല്ലാതെ വരളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു മൃദുത്വം കിട്ടും, മനസ്സിലായില്ലേ. അത് നിങ്ങൾ വെർജിൻ കോക്കനട്ട് ഓയിലോ തേക്കണ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. അപ്പൊ അതിനൊന്നും ഒരു തിരക്കടില്ല. അപ്പൊ നമ്മളിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത് മുടി ഇഴകളിലേക്കൊക്കെ. എന്നിട്ട് നിങ്ങൾ ഈ എണ്ണ തേച്ച വഴിക്ക് കുഴപ്പമില്ല കേട്ടോ, തേച്ചോളൂ ഉള്ളി ജ്യൂസ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ ഈ ഉള്ളി ജ്യൂസും എണ്ണയും കൂടി മുടിയിൽ ഇരുന്നോട്ടെ. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തലയോട്ടിയിലൊക്കെയാണ് ഞാൻ അധികം കാര്യമായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോട്ടന്റെ പഞ്ഞി വെച്ചിട്ടാണ് തേക്കുന്നത്. എനിക്ക് സ്പ്രേ ബോട്ടിൽ ശരിയാവണില്ല, അത് എനിക്ക് ശരിയല്ല. ഏതേനെങ്കിലും പോവാ കുട്ടികളെ നമ്മളെ സ്പ്രേ ബോട്ടിലത്തെ എന്റെ തലയിലേക്ക് ആവണില്ല. മക്കളെ, നമ്മളുടെ ഒരുവിധം ഷാമ്പുകളിലൊക്കെ തേന് കൂട്ടുന്നുണ്ട്. തേൻ നമ്മളെ മുടിക്ക് നല്ല മൃദുത്വം കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലൊക്കെ തേൻ നല്ലതാ. ഈ തേനും ഇഞ്ചി നീരും കൂടി നമ്മൾ അകത്തേക്ക് ചുമയും കഫക്കെട്ടും ഉണ്ടാകുമ്പോൾ കഴിക്കില്ലേ, അതേ തേനും ഇഞ്ചി നീരും നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാലും മുടി വരൾച്ചയൊക്കെ മാറി മുടി നന്നായിട്ട് വളരും. പുതിയ പുതിയ കോശങ്ങളും അതുപോലെ പുതിയ പുതിയ മുടികളൊക്കെ വളരും കേട്ടോ. അപ്പൊ തേന് ഉള്ളവരൊക്കെ ചേർത്തിക്കോളൂ, തേൻ നല്ലതാണ്. അപ്പൊ തേനൊക്കെ തലയിൽ തേക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കണ്ട. ഒരുവിധം ഷാമ്പൂലൊക്കെ ഉണ്ട് മുടിക്ക് നല്ലതാട്ടോ തേന്. പണ്ട് കാലം മുതലേ നമ്മളൊക്കെ വീട്ടിലൊക്കെ എൻ്റെ അമ്മമ്മയൊക്കെ തേച്ചിരുന്നതാണ് തേനും ഇഞ്ചി നീരും കൂടി. പിന്നെ അതുപോലെ തേനും ഉള്ളി നീരും കൂടി ഒക്കെ കേട്ടോ. അത് കാരണമാണ് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്കിനി ഇത് മുടിയിൽ തേക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഒരു കോട്ടന്റെ പഞ്ഞിയാകുമ്പോ നമുക്ക് ഒറ്റിച്ചാടാതിരിക്കാനാണ് കേട്ടോ. കണ്ട, കോട്ടന്റെ പഞ്ഞി ഇതിൽ മുങ്ങും ചെയ്തു. ഒന്നാണ് പതുക്കെ പിഴിഞ്ഞാൽ പിന്നെ ഒറ്റിച്ചാടൂല. കണ്ടില്ല, ചിലപ്പോ നിറയെ വെള്ളം. കണ്ടോ, നമുക്ക് ഇതിങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ കൊടുക്കണത്. അപ്പൊ അല്ലെങ്കിൽ ഒലിച്ചു പോരും. ഇങ്ങനെ വേണം നമ്മൾ ഉള്ളിനീര് തേക്കാൻ. പിന്നെ ഇഴകളിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തേക്കാം. സ്പ്രേ ബോട്ടിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ കുമ്പിട്ട് നിന്നിട്ട് ഇഴകളിലൊക്കെ തേക്കുക കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം തേച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ചാൽ മതി, നിങ്ങളെ മുടിക്കായ പോവും. ഞാൻ അതാണ് പറയുന്നത്, മുടിക്കായ പൂവളെ ഒരു റെമഡിയാണ് അത്. കണ്ടോ,
ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ മുക്കിയെടുത്ത സുഖമാണ്, പിന്നെ പോണൊന്നുമില്ല, കണ്ടില്ലേ? ഇനി നമുക്ക് മുടിയിൽ തേക്കാനും സുഖം കണ്ടോ. അതുപോലെ തലയുടെ പിന്നിലും ഈ സൈഡിലൊക്കെ നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇനി ഞാൻ മുഴുവനായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കും കേട്ടോ ഇവിടെ ഇരുന്നിട്ട്. ഇത് ഈ വീഡിയോ ലോങ് ആയി പോവല്ലേ. ഇത് തേക്കണത് ഇപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ. ഇത് കോട്ടൺ വേണമെന്നില്ല, അല്ലെങ്കിൽ ഇതണ്ടോ കൈ ഇങ്ങനെ കണ്ടല്ലേ, കൈ ഇങ്ങനെ ഇതിൽ അടുത്തേക്ക് വെക്കാണ്ടോ, ഇങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. കണ്ടല്ലോ, കണ്ടോ? ഈ പാത്രം നിങ്ങൾ തലയുടെ അടുത്ത് വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ. തൊലിച്ചിറങ്ങുന്ന ഒരു സാധനമാണ്, കണ്ടില്ലേ? ഇതൊരു കൊഴുപ്പൊന്നുമില്ല. നമ്മൾ തേന് കുറച്ചല്ലേ കൂട്ടിയിട്ടുള്ളൂ, ഒരു 4 തുള്ളി തേനേ ഞാൻ ഇതിൽ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഇനിയും ബാക്കി ഇതൊന്നും കളയില്ല കേട്ടോ. ഇത്രയും നല്ലൊരു സാധനം മഴക്കാലത്ത് വേറെ ഒന്നുമില്ല മക്കളെ. മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാ. ഇത് 2 ദിവസം തേക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മണം തോന്നുന്നവര് മാത്രം മൈൽഡ് ഷാമ്പു കൊണ്ട് കഴുകിക്കളയുക, അല്ലാത്തൊരു നല്ല 2 ബക്കറ്റ് വെള്ളം കൊണ്ട് കഴുകിയാലും മണം പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ, ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, താരനും അതേപോലെ മുടിക്കായ ഉള്ളവർ ഇത് തേക്കാൻ മടിക്കണ്ട കേട്ടോ. മുടിക്കായ ഉള്ളവർക്ക് പ്രത്യേകിച്ച് നല്ലൊരു മരുന്നാണത്. ഒരുപാട് കുട്ടികളോട് ചോദിക്കുകയാണ്, ഈ എണ്ണ വാങ്ങണവരൊക്കെ മുടിക്കായാണ് അമ്മേ, മുടിക്കായാണ് അമ്മേന്ന്. അപ്പൊ നിങ്ങളെ മക്കൾക്ക് മുടിക്കായ മഴക്കാലത്ത് ഉണ്ടാവുമല്ലോ. കുളിച്ച മുടി മക്കളെ ഒരിക്കലും നിങ്ങൾ കെട്ടി വെക്കരുത്. ഉണങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഒരു ബണ്ണോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പോ സ്കൂളിലേക്ക് കൊണ്ടുപോകും, വഴി ഉടനീളം നിങ്ങൾ പരത്തിട്ട് പോകും, എന്നിട്ട് കെട്ടി വെക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ മുടി അവിടെ മുറിഞ്ഞു പോകും കുട്ടികളെ. ഇത് ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അമ്മ വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.